ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ പട്ടിക പുറത്ത്. 373 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് ആരോഗ്യവകുപ്പ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ പട്ടിക പുറത്ത്. 373 ജീവനക്കാരുടെ പട്ടികയാണ് പുറത്തു വന്നത്. ഇവരിൽ നിന്ന് പെൻഷനായി കൈപ്പറ്റിയ തുക ഒന്നടങ്കം 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു. ജീവനക്കാർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിയെടുക്കാനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ക്രമക്കേട് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും അധികം പേർ ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ്. തട്ടിപ്പ് നടത്തിയവരുടെ പട്ടികയിൽ അറ്റൻഡന്റുമാരും ക്ലർക്കും നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അനർഹർക്ക് കയറിക്കൂടാൻ അവസരമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്തി മുന്നോട്ടു പോകാനാണ് തീരുമാനം. അതേസമയം അനർഹരിലേക്ക് പെൻഷൻ എത്തുന്നതിൽ സർക്കാർ ഉത്തരവിലെ പഴുതുകളും കാരണമാകുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. വർഷങ്ങളായി ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന സർക്കാർ ജീവനക്കാരുടെ എണ്ണം ധനവകുപ്പാണ് ആദ്യം പുറത്തുവിട്ടത്. ഇതിൽ വിവിധ വകുപ്പുകളിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരുടെ പട്ടികയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ പട്ടികയാണ് പുറത്തു വന്നത്. ജീവനക്കാരുടെ പേരുകൾ സഹിതമുള്ള പട്ടികയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. ആരോഗ്യവകുപ്പിൽ താഴേക്കിടയിലെ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാണ് കൂടുതലും തട്ടിപ്പ് നടത്തിയത്. ക്ലർക്ക്, ഫാർമസിസ്റ്റ്, യൂണി ടൈപ്പിസ്റ്റ്, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാണ് തട്ടിപ്പ് നടത്തിയത്.